ഹായ്, ഗുഡ് മോർണിംഗ്. ഒഡീഷ സെക്കൻഡ് ഡേ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളതൊക്കെ നോക്കണം. നമ്മുടെ മഹാസഭയുടെ കെയർ ഓഫിലാണ് നമ്മളെല്ലാവരും ടൂറിന് വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം സെക്രട്ടറി, അതോടൊപ്പം നമ്മുടെ ട്രഷറർ എല്ലാവരും ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയുണ്ട്, ഒനിയൻ ഉത്തപ്പം, സബ്ജി, പിന്നെ ചമ്മന്തി. ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മളോടൊപ്പം കുക്കും കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ചമ്മന്തിയൊക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ മാത്രമാണ് കൂടുതലായിട്ടും തേങ്ങാ ചട്നി, തേങ്ങയുടെ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത്. മറ്റുള്ള നാടുകളിൽ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന അവരുപയോഗിക്കുന്നു. ബാക്കി കേരളത്തിന് വെളിയിൽ കൂടുതലും കിട്ടുന്നത് കപ്പലണ്ടി ചമ്മന്തിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിച്ചിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പലരും ഒമിറ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഇതങ്ങനൊന്നുമില്ല. നമ്മളോടൊപ്പം ഈ കുക്കുള്ളത് വളരെയധികം പ്രയോജനമാണ്. ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ ഭക്ഷണം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യണം. പക്ഷേ ആ ഭക്ഷണം നമുക്ക് ഒരു വെല്ലുവിളിയായെങ്കിൽ നമ്മുടെ യാത്രയും അതുപോലെ പരിതാപകരമായിട്ട് മാറും. പക്ഷേ ഇതങ്ങനൊന്നുമില്ല. നമ്മുടെ ട്രാവൽ പാർട്ട്ണറും നമ്മുടെ ടീം മാനേജറും ആണ് ഈ ഇരിക്കുന്നത്. ടീം മാനേജറല്ല, നമ്മുടെ ടീം ക്യാപ്റ്റൻ മുരളീധർ മാം. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. ഇത് മാധവ, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ മമത. ഇവർ രണ്ടുപേരും മംഗലാപുരമാണ്. അവരുടെ ട്രാവൽസാണ് നമ്മുടെ പാർട്ട്നേഴ്സ്, MM ട്രാവൽസ് പുത്തൂർ. അതിൻ്റെ രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും സമയത്ത് തന്നെ എത്തി. നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ കൃത്യസമയം പാലിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. അത് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ GSP മഹാസഭ ട്രിവാൻഡ്രം. നമ്മുടെ ഈ ഗ്രൂപ്പിൽ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഫ്ലെക്സും കൂടെ അല്ലെങ്കിൽ ഈ ബോർഡും കൂടെ നമ്മൾ കയ്യിൽ കരുതാറുണ്ട്. അങ്ങനെ നമ്മുടെ രാവിലത്തെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ മുരളീധർ മാം നമ്മളെല്ലാവരും ഒന്ന് ഐഡൻറ്റിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവർക്കും GSP മഹാസഭ ട്രിവാൻഡ്രം എന്ന ടൈപ്പ് ചെയ്ത പ്രിൻ്റ് ചെയ്ത വെള്ളത്തുപ്പി നമ്മുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പാർട്ട്നേഴ്സ്, ട്രാവൽ പാർട്ട്നേഴ്സ് അവർക്കും കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്ന് നമ്മൾ പോകുന്നത് ഈ ബസ്സിലാണ്. വരുന്ന 5 ദിവസവും ഈ ബസ്സിൽ തന്നെയാണ് നമ്മുടെ ടൂറും കാര്യങ്ങളും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സിൽ നമ്മുടെ GSP ട്രിവാൻഡ്രം മഹാസഭ ട്രിവാൻഡ്രം അതിൻ്റെ ഒരു ചെറിയൊരു ബാനർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. എങ്ങോട്ടൊക്കെയാണ് എന്നുള്ളത് വരുന്ന വഴിക്ക് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. ഹായ്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. യാത്ര തുടങ്ങുന്നതോടൊപ്പം അല്ലെങ്കിൽ യാത്രയിൽ നമ്മുടെ കൂടെ കുറേ ഗായകരുണ്ട്. അവരുടെ വക ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. वासुदेव वैकुंठ सोनू विठ्ठल 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 राधे गोविंद भजो राधे गोपाल जय जय राधे गोविंद भजो राधे गोपाल. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കട്ടക്ക് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെയും ഒരു സംഗമസ്ഥാനമാണ്. ഈ സംഗമസ്ഥാനങ്ങൾ 3 നദികൾ ചേർന്നിട്ട് മഹാനദി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് മഹാനദി. നമുക്ക് അമ്പലത്തിലോട്ട് പോകേണ്ടത് അപ്പുറത്താണ്. അപ്പം ഓട്ടോയിൽ പോകണം. കാരണം ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം 700 മീറ്റർ നമുക്ക് പോകണം. ഒന്നുകിൽ നടന്നു പോകാം, അല്ലെങ്കിൽ ഓട്ടോയിൽ പോകാം. അപ്പോൾ അതിനുള്ള ഒരു കൺഫ്യൂഷനിലാണ്, നടന്നു പോകണോ ഓട്ടോയിൽ പോകണോ.
എന്തായാലും വെയിറ്റ് ചെയ്യാം. ये कटक का हमारा मेन जगह है ये घाट का नाम है गड़गड़िया घाट. इधर ब्रिटिश लोग बिजनेस स्टार्ट किया था इधर से. वो कार्तिक महीना लास्ट दिन में जो पूर्णिमा होता है, पूर्णिमा का दिन इधर मेला चलता है. जैसे गंगा सागर अगर मेला चलता है, इधर मेला चलता है नदी में. 15 दिन का चलता है. पर डे मिनिमम 10 से 20 लाख आदमी तरह आता है. और वो सबसे कार्तिक महीने में उड़ीसा का बड़ा फेमस का ये इधर फंक्शन होता है. അവസാനം കുറച്ച് ദൂരം കൂടി ബസ്സിൽ പോകാം, അവിടെ നിന്ന് നമുക്ക് ഓട്ടോ പിടിക്കാമെന്നുള്ള തീരുമാനത്തിൽ ഒരു കിലോമീറ്ററോളം ദൂരം ബസ്സിൽ തന്നെ യാത്ര ചെയ്തു. അവിടെ പാർക്കിങ്ങിന് സൗകര്യം കിട്ടുമെന്നുള്ളതായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് പാർക്കിംഗ് സൗകര്യം കിട്ടി. ഇപ്പം ഓരോ ഓട്ടോയിൽ ഞങ്ങളിപ്പോൾ ഒരു 15 പേരോളം ഈ ഓട്ടോയ്ക്ക് തന്നെ കയറിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ 3 അല്ലെങ്കിൽ 4 15 പേരുണ്ട് ഇവിടെ. തൊട്ടിപ്പുറത്ത് തന്നെ പോലീസിൻ്റെ ഇപ്പോൾ ഉണ്ട്. ഇവരെങ്ങനെ കൊണ്ടുപോകുന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാം. നമ്മൾ 35 പേരാണ് ടീം മെമ്പർമാർ. അല്ലാതെ നമ്മുടെ ട്രാവലിംഗ് പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ആകെ വിളിച്ചത് വെറും 4 ഓട്ടോറിക്ഷകളാണ്. അപ്പോൾ ശരാശരി ഒരു ഓട്ടോയിൽ എത്ര പേര് വീതം കയറിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച്. വലിയ ഓട്ടോയും കൂടിയാണ്. അപ്പോൾ കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്തിലെ ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം അല്ലെങ്കിൽ പ്രധാന ദ്വാരം ചണ്ഡീമാതാ ടെമ്പിൾ. എനിക്കൊന്നു ഈ സൈഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കാണ് അവിടെ കൃഷ്ണൻ വിഷ്ണു അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ നമ്മുടെ നോർത്ത് ഇന്ത്യ, അതായത് ഇന്ത്യ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രാധാന്യം കയറിയ സ്ഥലം എന്ന് പറയുന്നത് ചണ്ഡീമാതയാണ്. നവരാത്രിക്കൊക്കെ ഇവന്മാരെ നമ്മുടെ നാട്ടിൽ വരാറുണ്ട്. പക്ഷേ ഇവരൊക്കെ നവരാത്രിയുടെ സമയത്ത് തിരിച്ചുവിടെത്തും. അതാണ് അവർക്ക് ചണ്ഡീദേവിയോടുള്ള വിശ്വാസം. ഇതിൽ കാണുന്നതായിട്ടാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാലാലയ പ്രതിഷ്ഠ ഇപ്പോൾ ബാലാലയത്തിലാണെന്ന് തോന്നുന്നു. എന്നാലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണിത്. ക്ഷേത്രത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാ ചണ്ഡി ദേവിയുടെ ക്ഷേത്രത്തിലാണ്. അയോധ്യ ക്ഷേത്രം പോലെ തന്നെ ഇതും പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് റിനോവേഷൻ നമുക്ക് കാണുന്ന പോലെ പല സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശക്തിപീഠങ്ങളിൽ ഒരു ക്ഷേത്രമാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. സതീദേവിയുടെ യാഗത്തിൽ ജീവൻ കളയുമ്പോൾ ശിവഭഗവാൻ ഈ കൊണ്ടു നടന്ന ഈ മൃതദേഹം പല പീസായിട്ട് 63 സ്ഥലങ്ങളിൽ വീണതെന്നാണ് ഐതിഹ്യം. അതോടൊപ്പം തന്നെ അതിൻ്റെ നാഭി വീണ സ്ഥലമാണിത് എന്നാണ് ഇതിൻ്റെ പ്രാധാന്യം. കട്ടക്ക് എന്ന സ്ഥലത്ത് ഒറീസയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദേവീക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിനകത്ത് ക്യാമറ അനുവദനീയമല്ല. അതുകൊണ്ട് കൂടുതൽ ദൃശ്യങ്ങളൊന്നും നമുക്ക് പകർത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. പ്രജാപതി എന്ന് പറയുന്ന രാജാവിൻ്റെ കുലദേവതയായിരുന്നു ബർപ്പതി. പ്രജാപതിയുടെ കുലദേവതയായിട്ടുള്ള ബർപ്പതി ചാമുണ്ഡി. ഇവിടെ എല്ലാം ചാമുണ്ഡിയാണ്. നമ്മുടെ ഇവിടെ വരുമ്പോൾ ചാമുണ്ഡി, കേരളത്തിൽ ഭഗവതിയാവും എന്ന് പറയുന്ന പോലെ ഇവിടെ കൂടുതലും ദേവീക്ഷേത്രങ്ങൾ, ഭഗവതി ക്ഷേത്രങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. नवग्रह पूजा അങ്ങനെ 2 ക്ഷേത്രങ്ങളിലും പ്രാർത്ഥിച്ച് അതിനുശേഷം ഞങ്ങൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ ധവളേശ്വർ മഹാദേവ ക്ഷേത്രം.
രൂപമാണ്. അപ്പം അടുത്ത ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൊല്ലത്ത് മണികെട്ടമ്പലം എന്ന് പറയുന്ന പോലെ ഇവിടെ ഇതാണ് കെട്ടുന്നത്. എന്താണ് ഉദ്ദേശമൊന്നും അറിയില്ല. ഓരോ അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളുമാണ്. ശിവ ടെമ്പിൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം കുറേ ദൂരെയാണ്. അവിടെ നടത്താമെന്നുള്ള സങ്കല്പത്തിലാണ് നമ്മളെല്ലാവരും കൂടെ നടന്നത്. കാരണം ഒരു ചെറിയൊരു ബ്രിഡ്ജ് പണിതിട്ടുണ്ട് അവർ. അതിലൂടെ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. നടന്ന് തന്നെ വേണം വരാൻ. 1 കിലോമീറ്ററിനടുത്തുണ്ട്. പിന്നെ കുറച്ച് സ്റ്റെപ്പുണ്ട്. ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന സമയം ഏകദേശം 12 മണിയോടെ അടുത്തു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചൂടുണ്ട്. പക്ഷേ ഒരു ഭാഗ്യം എന്ന് പറയാനായിട്ട് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു. മഴയും ഇടിവെട്ടും. അത് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇന്നത്തെ യാത്ര ആകപ്പാടെ പ്രശ്നമാകുമെന്നുള്ളതാണ്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് പിന്നെ മഴയൊക്കെ മാറി. നമ്മുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയെല്ലാം മാറി. നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റി. മഴയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കാനായിട്ട് പറ്റില്ല. അപ്പം ക്ഷേത്രത്തിനടുത്ത് നമ്മൾ എത്താറായി. അതിൻ്റെ അകത്ത് ക്യാമറ അലൗഡ് ആണോ എന്നറിയില്ല. കൊടുത്തില്ല. തീർത്ഥയാത്ര ഭാഗമായിട്ട് ഒറീസയിൽ മഹാനദി തീരത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി. ആ ക്ഷേത്രത്തിൻ്റെ പേര് ധവളേശ്വര ക്ഷേത്രം എന്നാണ്. അപ്പോൾ യാദൃശ്ചികമായിട്ട് എന്താണ് ആ ധവളേശ്വരം എന്നുള്ള പേര് ഈ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് കിട്ടിയത്? അതൊരു ശിവൻ്റെ മൂർത്തിയാണ് കേട്ടോ. എന്ന് ചോദിച്ച സമയത്ത് അവിടുത്തെ പോറ്റി പറഞ്ഞു, അവിടെ ഈ മഹാനദി തീരത്ത് വലിയ കൊടും കാടായിരുന്നു. ആ കാട്ടിൽ വിറക് ശേഖരിച്ചോ ഒക്കെ ജീവിച്ച ഒരു പാവപ്പെട്ട ഒരു സാധു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾക്കൊന്നും കിട്ടിയില്ല. കാട്ടിൽ നിന്ന് വിറകെല്ലാം തീർന്നു. അങ്ങനെ അലഞ്ഞ് നടക്കുന്ന സമയത്ത് ഒരു പശുക്കിടാവിനെ കണ്ടു. ആ പശുക്കിടാവ് അടുത്തുള്ള വീട്ടിലെ കിടാവ് മേയാൻ പോയതായിരുന്നു കാട്ടിൽ. അയാൾ ആ കിടാവിനെ മോഷ്ടിച്ചിട്ട് പോകുന്ന വഴിക്ക് ഈ വിവരം എങ്ങനെയോ നാട്ടുകാരറിഞ്ഞു. അയാൾ ഓടിച്ചിട്ടു. അയാൾ കാട്ടിൽ കൂടിയൊക്കെ ഓടി അവസാനം അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോൾ കൂടെ കിടാവുമുണ്ട്. അങ്ങനെ അയാൾ അന്വേഷിച്ചു വന്ന കൂട്ടം ക്ഷേത്രത്തിൽ വരികയും അവിടുത്തെ മുഖ്യ പുരോഹിതനോട് ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഒരു പശുക്കിടാവിനെ മോഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു കള്ളനുണ്ട്, ഞങ്ങൾ ആ കള്ളനെ പിടിക്കാൻ വന്നാണെന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് വിശ്വാസം വന്നില്ല. അവർ ആ ക്ഷേത്രത്തിന് ചുറ്റും നടന്നു, ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും ഒരു മൂലയിൽ ഒരു സാധുവായ ഒരു മനുഷ്യനിരിക്കുന്നു. അപ്പോൾ ആ സാധു മനുഷ്യനോട് ഇവർ ചോദിച്ചു. പക്ഷേ ആ സാധു മനുഷ്യന് യഥാർത്ഥത്തിൽ ആ ക്ഷേത്രത്തിലെ ശിവൻ ആയിരുന്നു, ധവളേശ്വരൻ. അപ്പോൾ എന്താണ് നിങ്ങൾ വന്നെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങളൊരു കിടാവിനെ മോഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ശിവരൂപിയായ ഈ സന്യാസി അവരോട് ചോദിക്കണം, എന്താണ് കിടാവിൻ്റെ നിറം എന്ന് ചോദിച്ച സമയത്ത് അത് കറുപ്പാണ് എന്ന് പറഞ്ഞു. ഓഹോ, കറുത്ത നിറത്തിലുള്ള കിടാവൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമില്ല. ഇയാൾ സന്യാസിയും കൂടി നുണ പറയണമെന്ന് വിചാരിച്ച്, ഇല്ല നമുക്ക് തുറന്ന് കാണണമെന്ന് പറഞ്ഞ സമയത്ത് ആ വാതിൽ തുറന്ന് കാണിച്ച സമയത്ത് അവിടെ ഒരു വെള്ള പശുക്കിടാവായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കിടാവല്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പോയി. അവസാനം ഇയാൾക്കൊരു മാനസാന്തരം വന്നു. ഈ കിടാവിനെ മോഷ്ടിച്ച ആൾക്കൊരു മാനസാന്തരം വന്നു. ഈശ്വര, ഞാൻ ഈ കിടാവിനെ മോഷ്ടിച്ച് ഈ അമ്പലത്തിൽ കയറി, പക്ഷെ അമ്പലത്തിൽ ഇരിക്കുന്ന ഈ മനുഷ്യൻ, ഈ സാധു സന്യാസി എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ സമയത്ത് എന്ന് തിരിഞ്ഞു നോക്കിയതും അവിടെ സന്യാസിയായിരുന്നില്ല, യഥാർത്ഥത്തിൽ പരമശിവൻ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഇനി മുതൽ ഞാൻ മോഷ്ടിക്കില്ല, ഒരു കാര്യവും മോഷ്ടിക്കില്ല, അവരൻ്റെ സ്വത്ത് അവരൻ്റെ ഒന്നും മോഷ്ടിക്കില്ല എന്ന് സാഷ്ടാംഗം അവിടെ നമസ്കരിച്ചത്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ധവളേശ്വരം എന്നുള്ള പേര് കിട്ടിയത്. വളരെ വലിയ ഒരു അമ്പലമാണ് മഹാനദിയുടെ തീരത്ത്.
ലഞ്ച് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ റെഡിയാക്കിയിരുന്നു. തിരിച്ച് അവിടെ എത്തി ലഞ്ച് നല്ല കുത്തരിയുടെ ചോറ്, സാമ്പാർ, രസം, അതുപോലെ ഒരു സ്പെഷ്യൽ മംഗലാപുരം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മംഗലാപുരം സ്വദേശിയാണ്. അതുകൊണ്ട് മംഗലാപുരത്തെ ഒരു സ്പെഷ്യൽ ഇലക്കറി അതും ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ കൊണ്ടുവന്നു. പക്ഷേ എല്ലാവർക്കും കുടുംബത്തെപ്പറ്റി അഭിപ്രായം ചോദിച്ചാൽ സൂപ്പർ എന്നേ പറയാൻ പറ്റും. എല്ലാവരും അത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. കൂടെ ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളം. അങ്ങനെ ഉച്ചയൂണിന് ശേഷം നമ്മൾ 3 മണിയായപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ 2 കേവ്സ് ഉണ്ട്. കേവ്സിനെന്തോ പേര് ഞാൻ മറന്നുപോയി. ആ കേവ്സ് കാണാനായിട്ടാണ് പോകുന്നത്. വെയിറ്റ് ചെയ്യാം അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ.